215/60 പ്രൊഫൈലുള്ള 17 ഇഞ്ച്. ഈ വാഹനത്തിൽ നോർമലി വരുന്ന കമ്പനി വരുന്ന ടയർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ അലോയ് വന്നപ്പോൾ കറക്റ്റ് ബോഡി കളറിനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിലാണ് അതിൻ്റെ പെയിൻറ്റ് ജോബ് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല. അമാനോട്ടൊക്കെ ഒരു ലേക്ക് ഞാൻ അതിന് കൊടുക്കാൻ കേട്ടോ. ഇത് 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ കാണാത്ത ലുക്കുള്ളൊരു ടൊയോട്ട ഹൈറൈഡറുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഓൺ റോഡ് വില 15,33,000 രൂപക്ക് നമുക്കിത് സ്വന്തമാക്കാനായിട്ട് പറ്റും. യൂസ്ഡ് ഇങ്ങനെ അൾട്രേഷൻ ചെയ്ത് ഒന്നല്ല കേട്ടോ. അമാന ടൊയോട്ടയിൽ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ പാക്കേജാണ് ഈ കാണുന്നത്. ഒരു അഡ്വഞ്ചർ എന്നാണ് അവർ ഇതിന് പേരിട്ടിട്ടുള്ളത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഏകദേശം 13,33,000 ഓൺ റോഡ് വില വരുന്ന ഒരു മോഡലാണ് ഇതിന് നമ്മുടെ ബേസിക് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ആക്സറി ഒരു പാക്കേജായി ചെയ്തിട്ടാണ് നമുക്ക് ഏകദേശം 15,33,000 രൂപയിൽ ഈ ഒരു ഹൈറൈഡർ തരുന്നത്. ബേസ് വേരിയൻ്റാന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് ഒന്നും ഒട്ടും കുറവില്ല. അതുപോലെ തന്നെ വളരെ ടേസ്റ്റ്ഫുള്ളിയാണ് ഇതിങ്ങനെ ഇത്തരത്തിൽ കൺവേർട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ അഡ്വഞ്ചർ എന്ന് പറയുന്ന നമ്മുടെ അമാന ടൊയോട്ടയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു മോഡലിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളെന്ന് വിശദമായിട്ട് നോക്കാം. ഒരു നെക്സ്റ്റ് ലെവൽ കൺവേർഷനാണ് ഈ ഒരു വാഹനത്തിൽ നടന്നിട്ടുള്ളത്. ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് സാധനമൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എന്ന് പറയാം. മുൻവശത്ത് തന്നെ നോക്കാം. പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്കേട്ടിംഗ് ആണ്. നിങ്ങൾ മുൻവശത്ത് കാണുന്ന പോലെ തന്നെ വാഹനത്തിന് ചുറ്റും ഒരു സ്കേട്ടിംഗ് വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും മനോഹരം കാണാൻ ബ്ലാക്കിലാണ് കേട്ടോ. അതായത് ഞാൻ ഈ വേരിയൻ്റ് അത് ഉപയോഗിച്ചിട്ടുള്ളത് കൺവേർഷന് വേണ്ടിയിട്ട് പറഞ്ഞു. ഈ വേരിയൻ്റ് നമുക്ക് സിൽവർ ആയിട്ടും വൈറ്റ് ആയിട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബ്ലാക്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയപ്പോഴാണ് വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റിയിട്ടുള്ളതെന്ന് പറയാം. ഇതാണ് നമുക്ക് സ്കേട്ടിംഗ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു റെഡ് എലമെൻറ്റ് വന്നിട്ടുണ്ട്. കറക്റ്റ് ബോഡി കളറിനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിലാണ് അതിൻ്റെ പെയിൻറ്റ് ജോബ് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല. അമാന ടൊയോട്ടയ്ക്ക് ഒരു ലേക്ക് ഞാൻ അതിന് കൊടുക്കാൻ കേട്ടോ. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സ്കേട്ടിങ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇനിതേ ബോഡി പാർട്ട് നോക്കിയാൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പെർഫെക്റ്റ് മാച്ചിങ്ങോടുകൂടി ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ആ ഒരു സ്കേട്ടിങ്ങിൻ്റെ അതേപോലത്തെ ഒരു എലമെൻറ്റ് നമുക്കിവിടെ മുകളിൽ ബമ്പറിൻ്റെ ഭാഗത്തായിട്ട് കാണാം. അവിടെയും നമുക്കൊരു റെഡ് ടച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലോഗോ അടക്കം എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീക്രോം ചെയ്ത് അല്ലെങ്കിൽ ബോഡി കളറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു മൊത്തത്തിൽ സ്കേട്ടിങ്ങിനോടും ബോഡി കളറിനോടൊക്കെ മാച്ചായ രൂപത്തിലൊരു ഗ്ലോസി ബ്ലാക്കിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഹൈറൈഡർ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇത് ആക്സിലേറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. അതിനും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഫ്രണ്ട് ലുക്ക് തന്നെ ഒരു സ്പെഷ്യലാണ്, ഒരു യുണീക്ക് ഫീൽ നമുക്ക് കിട്ടും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ഒരു സ്പെഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയേ പറ്റുള്ളൂ. അത് നമുക്ക് കമ്പനി തന്നെ ചെയ്തിട്ടാന്ന് പറഞ്ഞാലും അത് ചെറിയൊരു കാര്യമില്ല. നമുക്ക് വാറണ്ടീന് എഫക്റ്റ് ആവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, വിശ്വസിച്ച് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മുൻവശത്ത് ഇത്രയും മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. വശങ്ങളിലെ പ്രധാന അട്രാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓൾറെഡി അലോയ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾ എന്തൊക്കെയോ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ ഇവിടെയും തോന്നും. എന്നാൽ അത്ര വലിയ സംഭവ മാറ്റങ്ങളൊന്നുമില്ല. സെയിം നമുക്കൊരു 215/60 പ്രൊഫൈലുള്ള 17 ഇഞ്ച്. ഈ വാഹനത്തിൽ നോർമലി വരുന്ന കമ്പനി വരുന്ന ടയർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ അലോയ് വന്നപ്പോൾ മൊത്തത്തിൽ വാഹനം ഒന്ന് റേസായി കുറച്ചൊരു ഉയരം കൂടുതൽ തോന്നി, ഒരു ലിഫ്റ്റ് ചെയ്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നിയോ അലോയ്സിൻ്റെ ഒരു മൾട്ടി സ്പോക്ക് അലോയ്സാണ് വന്നിട്ടുള്ളത്. എനിക്കൊന്ന് സൂര്യ അങ്ങനെ എന്താണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ ശരിക്കും റോഡിൽ ഓടുന്ന കാണാൻ തന്നെ ഒരു വേറെ ലെവലായിട്ടുണ്ട്. ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. എഗെയിൻ ആ ഒരു സൈഡ് സ്കേട്ടിങ് അവിടെയും കാണാൻ സാധിക്കും, റെഡ് എലമെൻസോട് കൂടിയിട്ട്. പിന്നെ 2-3 സാധനങ്ങൾ വന്നിട്ടുള്ളത് ഒരു മൊത്തം സൈഡ് പ്രൊഫൈലിനെ എൻഹാൻസ് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെയാണ്. ഒന്ന് സൈഡ് ഗാർണിഷാണ്. പിന്നെ നമ്മൾ റേഞ്ച് റോവർ വാഹനങ്ങളൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സൈഡ് ഡാപ്പർ നൽകിയിട്ടുണ്ട്. ഒപ്പം ഒരു ബാറ്റ്മാൻ മിറർ കവേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3 സാധനം കൂടി അവിടെ വന്നപ്പോൾ അതുപോലെ ഒരു കാർഗോ ബോക്സ് കൂടി മുകളിലും വന്നു. ഇത്രയും സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ സൈഡ് പ്രൊഫൈല് അടിപൊളിയായിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സെറ്റ് പ്രൊഫൈലാണ് കേട്ടോ. അതാണ് ഈ ഏരിയയിൽ കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമുക്കിവിടെ വരുത്തിയിട്ടുള്ളത്. ഇനി സാധാരണ എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സിനൊന്നും കുറവില്ല. നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORMസും അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സിനും കുറവില്ല. 4 ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. മുൻവശത്ത് മാത്രമല്ല പുറകിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. കാലിപ്പേഴ്സിനൊക്കെ കളർ വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുന്ന കളേഴ്സൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നിലവിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു മാറ്റം ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് മാറ്റ് ഫിനിഷ് ആയിരിക്കും ഡോർ ഹാൻഡിൽ ഉണ്ടാവുക. അതും ഒരു പെയിൻറ്റ് ചെയ്ത് ബോഡി കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാച്ചിങ് ആണ് അത്ഭുതപ്പെടുന്നത് കണ്ടോ. അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. കാർഗോ ബോക്സ് നമുക്ക് എത്ര ലിറ്ററെന്ന് ഞാൻ മറന്നുപോയി. 300 സംതിങ് ലിറ്ററാണ്. 320-340 ലിറ്ററിൻ്റെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് കീ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. അത് 2 സൈഡിൽ നിന്നും ഓപ്പൺ ചെയ്യാവുന്ന രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഡീഫോഗർ വന്നിട്ടുണ്ട്. LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. നമ്മൾ മുൻവശത്ത് ബമ്പറിൽ കണ്ടുപോലുള്ളൊരു എലമെൻറ്റ്, ഒരു ഗാർണിഷ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. പുറകിലും ലോഗോ നമുക്ക് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അമാന ടൊയോട്ട ഈ ഒരു കൺവേർഷന് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡിഷന് പേരിട്ടുള്ളത് അഡ്വഞ്ചർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിക്കർ അവിടെ വരുന്നുണ്ട്. നമ്മൾ മുൻവശത്ത് കണ്ട പോലുള്ള ആ ഒരു സ്കേട്ടിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് താഴെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ആ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ നിൽക്കുന്ന രൂപത്തിൽ ഇത് നമുക്ക് സ്റ്റോക്കാണ് കേട്ടോ. ഈ ഒരു
ഭാഗം നമ്മുടെ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഡിസൈൻ ഈ ഒരു ഹൈ റൈഡറിൻ്റെ സ്റ്റോക്ക് ഡിസൈനാണ്. പക്ഷേ അതിലൊരു റെഡ് എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. പക്ഷേ ഓവറോൾ ലുക്കിനെ ഭയങ്കരമായിട്ട് അത് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി അഗൈൻ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ D4 ഓൾറെഡി നമ്മൾ കണ്ടല്ലോ. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെക്കുന്നിടത്തൊക്കെ ഉണ്ട് സോഫ്റ്റ് ടച്ച് പാഡിംഗ് ഉണ്ട്. 4 പവർ വിൻഡോ വരുന്നുണ്ട്. ഒരു സിൽവർ ഷെയ്ഡ് കാണാനായിട്ട് സാധിക്കും. ഫുൾ ബ്ലാക്ക് അപ്പോൾസ്റ്റി കാര്യങ്ങളാണ്. പക്ഷേ 60/40 സ്പ്ലിറ്റ് സീറ്റ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. 5 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പുറകിലേക്ക് ആംറസ്റ്റ് കപ്പ് ഹോൾഡേഴ്സോട് കൂടി വരുന്നുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് വരുന്നുണ്ട്. പുറകിലേക്ക് AC വെൻറ്റ് വരുന്നുണ്ട്. സോ ചിലർ വിചാരിക്കുന്നത് ബേസ് വേരിയൻ്റ് ആണല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് കാണിച്ചതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയൻ്റ് കൂടിയാണ് ഹൈ റൈഡറിൻ്റെ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് മോഡൽ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സിൻ്റെ ഒപ്പം ഇത്തരത്തിലൊരു കൺവേർഷൻ കിറ്റ് കൂടി ആഡ് ചെയ്തപ്പം വാഹനം ഒരു യുണീക്ക് ഫീൽഡിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇനി ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 4 പവർ വിൻഡോയുടെ കൺട്രോളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORMസിൻ്റെ കൺട്രോൾസും കാണാം. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹൈ റൈഡറിൻ്റെ കീ വന്നിട്ടുള്ളത്. നോർമൽ നമ്മൾ എല്ലാ വാഹനങ്ങളിലും അല്ലെങ്കിൽ മാരുതിനും അതുപോലെ ടൊയോട്ടയിൽ എൻട്രി ലെവൽ വാഹനങ്ങളിലൊക്കെ കാണുന്നൊരു ടൈപ്പ് കീ ആണ് വന്നിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്മാർട്ട് കീ അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഹൈ റൈഡറിൽ കാണുന്ന രൂപത്തിലാണ്. ഈ ഒരു വേരിയൻറ്റിൽ നോർമലി സ്റ്റോക്കായിട്ട് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് വരുന്നില്ല. പക്ഷേ ഇതിൽ നമുക്ക് 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആണ് വന്നുള്ളത്. 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് കാണാം. ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുകയുള്ളൂ. ഓട്ടോമാറ്റിക് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നില്ല. ഇതിന് മുകളിലെ വേരിയൻറ്റിലേക്കേ കിട്ടുള്ളൂ. താഴേക്ക് വന്നാൽ കപ്പ് ഹോൾഡേഴ്സ് അതുപോലെ ഹാൻഡ് ബ്രേക്ക് മാനുവൽ കാണാം. സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ആംറസ്റ്റ് അതിന് താഴെ നമുക്ക് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്ലോ ബോക്സ് കാണാം. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRMs വന്നിട്ടുണ്ട്. 2 മാപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ വാനിറ്റി മിറർ വരെ നമുക്ക് സൺവൈസറിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് ലഭിക്കുന്നില്ല. ടോൾ സീറ്റ് ഹോൾഡറാണ്. അപ്പോൾ ഇത്തരത്തിൽ വേണ്ട ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതിന് ഇത്തരത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയപ്പോൾ വേറെ ലെവലായി. ഇവിടെ ഒരു കുറവ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഇല്ല എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ആഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഷോറൂമിൽ നിന്ന് ഇപ്പോൾ എന്തായാലും ഒരു ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ പ്രധാനമായിട്ട് നമ്മുടെ അമ്മാന ടൊയോട്ട മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ മാത്രമേ നമുക്ക് ഈ ഒരു മോഡൽ ലഭിക്കുകയുള്ളൂ. അതായത് ഹൈ റൈഡർ ലഭിക്കുകയുള്ളൂ. അതിൽ തന്നെ മാനുവലായിട്ട് മാത്രമേ നമുക്ക് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് ലഭിക്കുകയുള്ളൂ. ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ വരുന്നുണ്ട്. അത് S മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള വേരിയൻസിലാണ് ലഭിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. വാഹനത്തിന് സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ 13,33,000 രൂപ നമുക്ക് ഓൺ റോഡ് കൊടുത്താലും ഇതിൻ്റെ സ്റ്റോക്ക് വാഹനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള ആക്സറി കിഡിലിനായിട്ടുള്ള ഒരു കൺവേർഷൻ കിറ്റോടുകൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ 15,30,000 രൂപ കൊടുത്താലും നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. ആ രൂപത്തിലാണ് ഇതിൻ്റെ പ്രൈസിങ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കണ്ട മാറ്റങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ, രസമായിട്ട് തോന്നിയ, അല്ലെങ്കിൽ ഇനി മോശമായിട്ട് തോന്നിയ കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇനി നമ്മൾ ഇത്ര നേരം കണ്ട ഈ ഒരു ആക്സറിയുടെ ഏതെങ്കിലും സെപ്പറേറ്റ് പ്രൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ അലോയുടെ അറിയണം, അല്ലെങ്കിൽ ടോപ്പ് ബോക്സിൻ്റെ അറിയണം, അങ്ങനെ സെപ്പറേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ പ്രൈസ് ഞാൻ പറഞ്ഞത് ബേസ് വേരിയൻ്റ് എടുക്കുന്നവർക്കാണ്. അതല്ലാത്ത നമ്മുടെ ഹൈ റൈഡറിൻ്റെ ഓൺ റോഡ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചോ ഏത് വേരിയൻ്റ് അറിയേണ്ടത് എല്ലാം ഞാൻ റിപ്ലൈ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബേസ് വേരിയൻ്റ് മാത്രമല്ല കേട്ടോ, ഹൈ റൈഡറിൻ്റെ ഏത് മോഡൽ എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിൽ സെലക്ട് ചെയ്തിപ്പോൾ നിങ്ങൾക്ക് ബാറ്റ്മാൻ മിറർ കവേഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. സ്കേർട്ടിങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അലോയ് മാത്രം ആഡ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഈ അലോയ് വേണ്ട, കമ്പനി അലോയ് തന്നെ ലോവർ വേരിയൻ്റ് എടുക്കുമ്പോൾ മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും അമ്മാന ടൊയോട്ടയിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഈ ഒരു അഡ്വഞ്ചർ എഡിഷൻ കൂടാതെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനം നേരിട്ട് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ബാക്കി ഡീലുകൾ ഉറപ്പിക്കാൻ, അതായത് വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ലാതെ ഇപ്പോൾ സ്വന്തമാക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അമ്മാന ടൊയോട്ടയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെ വിളിച്ചാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.